ജാസ്മിൻ്റെ വൃത്തിയില്ലായ്മയ്ക്കും മൈക്ക് ധരിക്കാത്തതിൻ്റെയും കണ്ടിന്യൂസ് ആയിട്ടുള്ള വാണിങ്ങിൻ്റെ അവസാനത്തിൽ ലാലേട്ടൻ ഒരു കുരുക്ക് കുഴിച്ചുകൊണ്ട് ജാസ്മിനെ ഡയറക്റ്റ് ആയിട്ട് നോമിനേറ്റഡ് ആക്കിയിരിക്കുകയാണ് അടുത്ത വീക്കിലേക്ക്. ജാസ്മിൻ ഡയറക്റ്റ് നോമിനേറ്റഡ് ആണ്. 4 പേര് ഇപ്പം മൊത്തത്തിൽ ഡയറക്റ്റ് നോമിനേറ്റഡ് ആണ്. ലാലേട്ടൻ തന്നെ നോമിനേറ്റ് ചെയ്ത് ഇവർ കാണിക്കുന്ന തെറ്റുകൾക്ക് മൊത്തം നോമിനേറ്റ് ചെയ്ത് ഇപ്പോൾ മൊത്തം 4 പേരെ ലാലേട്ടൻ തന്നെ ഡയറക്റ്റ് ആയിട്ട് നോമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സായി കൃഷ്ണ, അഭിഷേക് ശ്രീകുമാർ, പിന്നെ നമ്മുടെ സിബിൻ ബെഞ്ചമിൻ, ജാസ്മിൻ ജാഫർ, ഇവർ 4 പേരും ഡയറക്റ്റ് ആയിട്ട് നോമിനേറ്റഡ് ആണ്. നാളെ ഇനി ഒറിജിനൽ നോമിനേഷൻ വരുമ്പോഴത്തേക്ക് ഇവരെ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ബാക്കിയും ഉള്ളതൊക്കെ സ്ട്രോങ് പ്ലെയേഴ്സ് എല്ലാവരും കൂടിയാണ് നോമിനേഷനിൽ വരുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ ഒരു അൺഫെയർ എവിക്ഷൻ നടക്കും. ഡേ 50 ഒരു അൺഫെയർ എവിക്ഷൻ നടക്കും. കാരണം അത്യാവശ്യം സഹിക്കുകയും കളിക്കുന്നവരൊക്കെ പവർ റൂമിനകത്ത് കയറിയിരിക്കുകയാണ്. പിന്നെ 1-2 പേര് മാത്രമാണ് പുറത്തുള്ളത്. അതിനകത്ത് ഒരാൾ ക്യാപ്റ്റനായി. പിന്നെ ഉള്ളത് അർജുനാണ്. ഈ പറയുന്ന അർജുന എന്ന് നാളെ നോമിനേഷനിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ അൺഫെയർ എവിക്ഷൻ ആയിരിക്കും നടക്കാൻ പോകുന്നത്. അർജുനും അൻസിബയും ഋഷിയൊക്കെ ഇങ്ങനെ സേവായി നിന്ന് കഴിഞ്ഞാൽ ഒരു അൺഫെയർ എവിക്ഷൻ നടക്കും. പക്ഷേ ഇന്ന് ഈ പറയുന്ന പ്രൊമോയിൽ കാണിച്ചതുപോലെ ജാസ്മിനെ എടുത്ത് ഭയങ്കരമായിട്ട് ഉടുത്ത ലാലേട്ടൻ എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. ഇതെല്ലാം വെറും ഷോ ഓഫ് പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഇന്ന് പ്രൊമോ വന്നപ്പോഴത്തേക്കും ഇന്നലെ നമ്മൾ കണ്ടത് വെച്ച് ഇന്നലെ സിബിനെ ഏറെ കയറ്റിയെങ്കിൽ ഇന്ന് ജാസ്മിനെ ഏറെ കയറ്റുമെന്ന് എല്ലാവരും വിചാരിച്ചു, അതൊന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അതങ്ങനെയൊന്നും ചെയ്തില്ല. ഈ ഒരൊറ്റ പർട്ടിക്കുലർ കേസ് അവസാനമാണ് സംസാരിച്ചത്. വേറെ ഒരു കേസിലും ലാലേട്ടൻ ഈ പറഞ്ഞ പോലെ ജാസ്മിനെ കുറ്റപ്പെടുത്താനൊന്നും പോയില്ല. പക്ഷേ ഈ ഒരു ആഴ്ച നടന്ന കംപ്ലീറ്റ് സാധനങ്ങളും ലാലേട്ടൻ സംസാരിച്ചു. സൂപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും ലാലേട്ടൻ സംസാരിച്ചു. എല്ലാ ടോപ്പിക്കുകളും എടുത്ത് സംസാരിച്ചു. സാധാരണ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ പോലും അതൊന്നും മിണ്ടാതിരിക്കുന്ന ലാലേട്ടൻ ഇതെല്ലാം എടുത്ത് കൃത്യമായിട്ട് ചോദിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഈ പറയുന്ന കേസിൽ മാത്രം ജാസ്മിനോട് ഒന്ന് ഫയർ ചെയ്തുകൊണ്ട് ജാസ്മിനെ ഒതുക്കിയിരുത്തും പോലെ തോന്നി. പിന്നെ നോറയ്ക്ക് കൂടുതൽ സ്പേസ് കിട്ടുന്നുണ്ട്, ബൂസ്റ്റപ്പായി വരുന്നുണ്ട്. പക്ഷേ ലാലേട്ടൻ ആരെയൊക്കെയാണോ തെറ്റ് കണ്ടിട്ട് ഒന്നും പറയാത്തത് അവരൊക്കെ നെഗറ്റീവിലോട്ട് ഓട്ടോമാറ്റിക്കലി പോകും. കാരണം ഇന്നലെ ലാലേട്ടൻ്റെ പ്രവൃത്തി കാരണം എന്താണായത്? സിബിൻ ഒറ്റയടിക്ക് രാജാവുമായി, ജാസ്മിൻ എന്തായി താഴെ അറ്റത്തും വന്നു. കാരണം ഇന്നലെ ജാസ്മിനെ ഒന്നും പറഞ്ഞില്ല, സിബിനെയാണ് എടുത്ത് ഫയർ ചെയ്തത്. അപ്പോൾ സിബിൻ രാജാവുമായി, ജാസ്മിന് ഒട്ടും സപ്പോർട്ടില്ലാതെ ഹേറ്റേഴ്സ് കൂടെയും സിബിന് ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് വരികയും ചെയ്തു. പക്ഷേ ഇന്ന് അതിൻ്റെ നേരെ ഉൾട്ട പുൾട്ട എന്ന് പറഞ്ഞ കണക്ക് സിബിനെ തൊട്ടില്ല, ഒന്നും മിണ്ടിയില്ല. സിബിൻ്റെ കേസേ വിട്ടു. മെയിനായിട്ടൊന്ന് ജിൻഡോയെ എടുത്തിട്ട് അലക്കിയത് കണക്കാണ് എനിക്ക് ഫീൽ ചെയ്തത്. ജിൻഡോയുടെ കുറേ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും. ജിൻഡോയെ നിയന്ത്രിക്കുന്നത് സിബിനാണോ, പവർ റൂമാണോ, ജിൻഡോ ആരുടെയെങ്കിലും പപ്പറ്റാണോ, ജിൻഡോയുടെ ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടായിരുന്നു, ജിൻഡോ പാർഷ്യാലിറ്റി കാണിക്കുന്നുണ്ടോ, ഈ സംഭവങ്ങൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടതല്ലാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇവിടെ വരുമ്പോഴും ഇന്നും ജാസ്മിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോയതല്ലാതെ അതിലേക്ക് കൂടുതൽ ഡെപ്തിലേക്ക് പോയിട്ടില്ല. അപ്പം നമുക്ക് വൈകിപ്പിക്കണ്ട, തുടങ്ങാം ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 6ൻ്റെ ഡേ 42 ഏപ്രിൽ 21 ലാലേട്ടൻ്റെ വീക്കെൻഡ് ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ആ ബെല്ലൈക്കൺ കൂടി ടേൺ ഓൺ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടത്തുള്ളൂ. അതോടൊപ്പം തന്നെ FB പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ആകാത്തവരെ മസ്റ്റായിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഗൈസ്. അങ്ങനെ ലാലേട്ടൻ ആദ്യം തന്നെ വന്നിട്ട് മനുഷ്യത്വം എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പം അഭിഷേക് ജയദീപ് പറയാണ്, ചിലരിവിടെ ഇമോഷൻ വെച്ച് കളിക്കുന്നുണ്ട് ലാലേട്ട. ഗെയിമിൽ അത് ആവശ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗെയിമിൽ അത് ആവശ്യമില്ല. അപ്പം ജയദീപിൻ്റെ അഭിപ്രായ പ്രകാരം ഇത് ഗെയിമാണോ അതോ റിയാലിറ്റി ഷോ ആണോ അതോ ഇത് എന്താണ് ജയദീപിൻ്റെ? അപ്പം ജയദീപ് പറയാണ്, ഇതൊരു റിയാലിറ്റി ഗെയിം ഷോയാണ്. സൊസൈറ്റിയുടെ ഒരു റിഫ്ലക്ഷൻ കൂടിയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. മനുഷ്യത്വം നമ്മൾ ഗെയിമിൽ കാണിക്കേണ്ട, പക്ഷേ ഗെയിം കഴിഞ്ഞ് ഇവൻ ഫിസിക്കൽ ടാസ്ക് ഒക്കെ വരുന്ന സമയത്ത് നമ്മളത് കാണിക്കണം. അപ്പോൾ സിബിൻ പറയാണ്, മറ്റൊരാളോടുള്ള നമ്മുടെ പരിഗണന അല്ലെങ്കിൽ ആ പല പല സാഹചര്യങ്ങളിൽ നമ്മൾ ഉണ്ടാവേണ്ട പല കാര്യങ്ങളെയാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. അപ്പോൾ റസ്മിൻ പറയാണ്, കുറച്ച് പേർക്ക് ഇവിടെ മനുഷ്യത്വം കുറവാണ് ലാലേട്ട, മനുഷ്യത്വം വേണം. ജാസ്മിൻ്റെ സിറ്റുവേഷൻ, അവൾ ഇമോഷണൽ ആയിട്ടിരിക്കുന്ന നിമിഷങ്ങൾ ഇവിടെ ഉള്ള ബാക്കിയുള്ള ചിലർ മുതലെടുത്തു. ജിൻഡോയുടെ അടുത്ത് അവൾ കാര്യങ്ങളെല്ലാം ജിൻഡോയുടെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു, ജാസ്മിൻ മെൻ്റലി ഡൗൺ ആണ്, അവളെ ബ്രേക്ക് ആക്കരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ എനിക്കറിയാം, ഞാൻ പറയുന്ന സമയത്തും എനിക്കറിയാം ജിൻഡോ എന്ത് ചെയ്യും, ഇതിനെ മുതലെടുക്കും എന്ന് എനിക്കറിയാം. കാരണം എനിക്ക് പുള്ളിക്കാരനെ സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ. ഗെയിമായിട്ട് അവളെ എടുക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് മനുഷ്യത്വം ഉണ്ട്, ഞാനത് പലതവണ കാണിച്ചിട്ടുണ്ട്. ഒരാൾ വയ്യാതിരിക്കുമ്പോൾ നമ്മൾ അവരെ പരിഗണിക്കുന്നതാണ് ഏറ്റവും വലിയൊരു
മനുഷ്യത്വം. വയ്യാതിരിക്കുമ്പോൾ പരിഗണിക്കാതിരുന്നിട്ട് യാതൊരുവിധ കാര്യമില്ല. അപ്പോൾ ജിൻഡോടെ ചോദിക്കുന്നു. ജിൻഡോ പറയാണ്, മനുഷ്യ മനസ്സിൽ മാരിവിലുണർത്തുന്ന മധുരവികാരമാണ് മനുഷ്യത്വമെന്നാണ് പച്ച മലയാളത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇങ്ങോട്ട് കിട്ടിയാലേ അങ്ങോട്ട് മനുഷ്യത്വം കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ലാലേട്ടൻ പറയാണ്, ഇങ്ങോട്ട് കിട്ടാതെ നമുക്ക് അങ്ങോട്ട് മനുഷ്യത്വത്തിന് കൊടുത്തൂടെ? ലാലേട്ട, എൻ്റെ സ്വഭാവം അങ്ങനെയല്ല, എൻ്റെ പ്രവൃത്തി അങ്ങനെയല്ല, എൻ്റെ പോളിസി അങ്ങനെ അല്ല. അതല്ല ലാലേട്ട, ഞാൻ ഈ പറഞ്ഞ പോലെ ജാസ്മിൻ്റെ അടുത്ത് മൈക്ക് ധരിക്കാൻ പറഞ്ഞപ്പം താൻ പോടോ എന്ന് എൻ്റെ അടുത്ത് ജാസ്മിൻ പറഞ്ഞു. അതെന്തർത്ഥത്തിലാണ് പറഞ്ഞത്? അപ്പം ലാലേട്ടൻ ചോദിക്കണം, അതിൻ്റെ അവസാനം നിങ്ങൾ വന്ന് കൂവിയല്ലേ? അപ്പോൾ ജാസ്മിൻ അവിടെ ഒന്നും പറയുന്നില്ല. അതിൻ്റെ അവസാനം നിങ്ങൾ കൂവിയല്ലേ? അത് ബിഗ് ബോസ് പറഞ്ഞപ്പോൾ ജാസ്മിൻ കേട്ടു. അപ്പോഴാണ് ഞാൻ പറഞ്ഞപ്പോൾ കേട്ടില്ലല്ലോ, ബിഗ് ബോസ് പറഞ്ഞപ്പോൾ കേട്ടല്ലോ എന്നാണ് നമ്മൾ കൂവി. നമ്മളല്ല ജിൻഡോ മാത്രമാണ് കൂവിയത്. അപ്പം ജാസ്മിൻ പറയാണ്, അത് ലാലേട്ട, ഓരോ മനുഷ്യരെ സംബന്ധിച്ച് ഓരോ മനുഷ്യൻ തളർന്നിരിക്കുമ്പം ഒരു പരിധി വരെ നമുക്ക് അവരെ പറയാം. ആ പരിധി വിട്ട് പിന്നെ അവരെ തളർത്തുന്നത് ശരിയാണോ? ഇതൊരു മൈൻഡ് ഗെയിമാണ്, ഫിസിക്കൽ ഗെയിമാണ്. മുഖത്ത് നോക്കി എന്തും പറഞ്ഞോട്ടെ, പ്രശ്നമില്ല. ഇത് അടിയിലുള്ള പരിപാടിയാണ്. അപ്പോൾ ലാലേട്ടൻ പറയണം, മൈക്കിൻ്റെ കേസിൽ ജാസ്മിൻ താൻ പോടോ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ജാസ്മിൻ പറയണം, ലാലേട്ട, ഞാൻ കുറേ സാധനം ഈ കണക്ക് കൂട്ടി എൻ്റെ കയ്യിൽ വെച്ചിരിക്കുകയായിരുന്നു. ജിൻഡോ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് ജിൻഡോ അടുത്ത് എതിർപ്പുള്ള കാര്യത്തിൽ പോലും ജിൻഡോ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ജിൻഡോയുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കണം, റസ്മിൻ്റെ ഈ പറയുന്ന ജിൻഡോയുടെ അടുത്ത് പോയി ജാസ്മിനെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞതൊരു സ്ട്രാറ്റജി ആണോ? അപ്പോൾ റസ്മിൻ പറയാണ്, ജാസ്മിന് പേരിൽ ഒരു കൺസിഡറേഷൻ കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനത് പോയത്. പക്ഷേ ജാസ്മിൻ ഈ പറയുന്ന പോലെ തകർന്നിരിക്കുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ ചേർന്നുകൊണ്ട് ജാസ്മിനെയും ഗബ്രിയെയും തളർത്തിയതിന് ശേഷം വേറെന്തൊക്കെയോ അതിനകത്ത് ആഡ് ചെയ്തുകൊണ്ട് അവരെ പൂർണ്ണമായിട്ടും നശിപ്പിക്കാനായിരുന്നു ഇവരുടെയൊക്കെ പ്ലാൻ. ഇന്നലത്തെ എപ്പിസോഡ്, ശനിയാഴ്ചത്തെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം പലരും പല കാര്യങ്ങളും മാറ്റുമെന്ന് തോന്നുന്നുണ്ട് ലാലേട്ട. അപ്പോൾ ലാലേട്ടൻ പറയാണ്, സ്ട്രോങ് ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾ യുദ്ധം ചെയ്യണ്ടേ? സിബിൻ്റെ മുഖത്തേക്ക് പറയണം, സ്ട്രോങ് ആയിട്ടിരിക്കുമ്പോൾ യുദ്ധം ചെയ്യണ്ടേ, അല്ലാതെ തളർന്നിരിക്കുമ്പോൾ യുദ്ധം ചെയ്ത് അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. അവൻ നോറ പറയാണ്, ഞാനും ജാസ്മിനും തമ്മിൽ നല്ല ടേംസിലേ അല്ല, അവളുടെ പെരുമാറ്റം എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ ഇവിടെ ആരെ ഇഗ്നോർ ചെയ്യണമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ജാസ്മിനെയാണ് ഞാൻ ഇഗ്നോർ ചെയ്യുന്നതെന്നാണ്. എന്നിട്ടും ജാസ്മിൻ കണ്ടോ എന്ന് എനിക്കറിയില്ല. അവൾക്ക് വേണ്ടി ഈ കഴിഞ്ഞ ഒരാഴ്ച ന്യായമല്ലാത്ത കാര്യം വന്നപ്പോഴത്തേക്കും, അവളുടെ ഭാഗത്ത് ന്യായമുണ്ട്, ബാക്കിയുള്ളവരുടെ ഭാഗത്ത് ന്യായമില്ലാതെ വന്നപ്പോൾ ഞാൻ അവിടെ സംസാരിച്ചു. അത് മനുഷ്യത്വമാണ് ഞാൻ അവിടെ കാണിച്ചത്. അപ്പോൾ എനിക്ക് അവിടെ ഒരു പാർഷ്യാലിറ്റി കാണിക്കാനൊരു കാര്യം വന്നില്ല. എൻ്റെ കാര്യം അങ്ങനെയല്ല അല്ലാട്ടോ. ഒരാൾ വിഷമിച്ചിരിക്കുമ്പോൾ അവരെ നമ്മൾ ഓക്കെ ആക്കി എടുത്തതിന് ശേഷം നമുക്ക് അവരോട് തല്ലുകൂടാം, അല്ലെങ്കിൽ യുദ്ധം ചെയ്യാം എന്ന് പറയാം. അപ്പോൾ നോറ അവിടെ സ്കോർ ചെയ്തു ആ സംഭവത്തിൽ. നോറ ഈ പറഞ്ഞ കുറേ ഗ്രഡ്ജ് ഉണ്ടെങ്കിലും ഈ സാധനം പറഞ്ഞ് നോറ മാനിപ്പുലേഷനിൽ സ്കോർ ചെയ്തു. അപ്പോൾ ഗബ്രി, ലാലേട്ട, എനിക്കാണ് ആദ്യം ഈ ടാഗ് കിട്ടിയിരുന്നത് മനുഷ്യത്വം ഇല്ലാത്ത ആളെന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ അത് മാറി, പലർക്കും ആ ടാഗ് കിട്ടുന്നുണ്ട്. എന്നാലും എന്നെ ആദ്യ ആഴ്ച എങ്ങനെയാണോ എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത് അതേ രീതിയിൽ തന്നെയാണ് എന്നെ ഇപ്പോഴും ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ പറയാണ്, ശത്രുവിനെ മിത്രമാക്കൂ, പ്രശ്നങ്ങൾ തീരില്ലേ? പക്ഷേ ശ്രീരേഖ എടുത്ത് ചോദിക്കാം. അപ്പോൾ ശ്രീരേഖ പറയാണ്, ഒരു മനുഷ്യനെന്ന നിലയിൽ നമുക്കുണ്ടാകുന്ന വേദന അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ദുഃഖം അതൊക്കെ സഹജീവികൾക്കും ഉണ്ടാകും എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നിടത്താണ് മനുഷ്യത്വം ഉള്ളത്. അതാണ് മനുഷ്യത്വം. ഇവിടെ കുറച്ച് പേര് കുറച്ച് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞുകൊണ്ട് ഇവരെ ഇഷ്ടമാണ്, ഇവരെ ഇഷ്ടമല്ല, ഇവർ കുറച്ച് പേരെ കാര്യമാണ്, ഇവർ കുറച്ച് പേരെ തള്ളിപ്പറയാം എന്നുള്ള ലെവലിലാണ് ഇവർ ഓരോന്ന് കാണിക്കുന്നത്. അപ്പോൾ സിബിൻ പറയാണ്, ലാലേട്ട, എന്ത് വിഷയം വന്നു കഴിഞ്ഞാലും ഈ ജാസ്മിൻ വന്ന് അതിനകത്ത് തലവെക്കും. പ്രൈമായിട്ട് ഇവിടെ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് ഈ പറയുന്ന ജാസ്മിനെയാണ്. കാരണം ജാസ്മിൻ വന്ന് വരേണ്ടാത്തടത്തും എല്ലായിടത്തും വരും. ഞാനും ഋഷിയായിട്ടുള്ള ഒരു കാര്യത്തിൽ ജാസ്മിൻ വന്ന് എൻ്റെ പക്ഷം നിന്നു. അതിൻ്റെ കാര്യം എന്താണ്? അതിൻ്റെ ഒരു ആവശ്യമായിരുന്നില്ല. എൻ്റെ കാര്യം പറയാൻ എനിക്കറിയാം. മാനസികമായിട്ട് ഈ ജാൻമണിയുടെ കേസിലും ഇതുപോലെ ജാസ്മിൻ ഇടപെട്ടു. മാനസികമായിട്ട് ജാസ്മിൻ തളർന്നിരുന്ന സമയത്ത് റസ്മിൻ വന്ന് ജിൻഡോയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഓക്കെ, തിരിച്ചിങ്ങനെ പറ, നിങ്ങൾ ഒരുപാട് പ്രൊവോക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു, നിങ്ങളല്ലേ ചെയ്യേണ്ടത്, ക്യാപ്റ്റനിലെ ഫയൽ കൊണ്ട് വെക്കേണ്ടതെന്നെല്ലാം ചോദിച്ചിരുന്നു. അപ്പം ഞാനാണ് ഇങ്ങനെ പറഞ്ഞത്. പക്ഷെ ഞാനത് വേറെ ഇടത്തിൽ കാലേ വരി അടിക്കാൻ പറഞ്ഞതല്ല, നിങ്ങൾ കുറേ സഹിക്കുന്നുണ്ട്, ഇനിയും മണ്ടേ കയറരുതെന്ന് പറ എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്ന് സിബിൻ പറയാണ്. അപ്പം അത് പറഞ്ഞിട്ട് പോകുന്നു. ഇതാണ് മനുഷ്യത്വത്തിനെ കുറിച്ച് എല്ലാവരും ചോദിക്കുന്നത്. അതിനുശേഷം സിബിൻ്റെയും ശ്രീരേഖയുടെയും മറ്റൊരു അവയവദാനത്തിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ, ആ സംഭവം അപ്രിഷ്യേറ്റ് ചെയ്യുവാണ്. അവർക്ക് മികച്ച അഭിനേതാവിൻ്റെ ഒരു അവാർഡൊക്കെ, ഒരു പ്രൈസൊക്കെ, ട്രോഫിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഓർഗൻ ഡൊണേഷനെ കുറിച്ച് പറയുന്നു. ഞാൻ എൻ്റെ ഫുൾ ഓർഗൻ ഡൊണേറ്റ് ചെയ്ത ആളാണ്, അപ്പം നല്ലതാണ് എന്നെല്ലാം പറയുന്നു.
അതിനുശേഷം ഒരു ബാറ്ററി ചാർജിങ് എന്ന് പറയുന്ന ഒരു ഗെയിം വരുന്നത്. ഒരു ബാറ്ററി പോലെ കൊണ്ടവിടെ വെച്ചിട്ടുണ്ട്. റെഡിൽ നിന്നും ഗ്രീൻ വരെ ഇങ്ങനെ 6 ബാറ്ററീസ് ഉണ്ട്. നമ്മൾ ഓരോരുത്തരെ വിളിച്ച് വരുത്തിയിട്ട് നമുക്കിവിടെ ബാറ്ററി ലോ ആണെന്ന് തോന്നുന്ന ഒരാളെ വിളിച്ച് വരുത്തിയിട്ട് അത് ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള കാര്യം പറയാം. അതിപ്പോൾ അയാളിപ്പോൾ ഏത് ലെവലിലാണെന്നും പറയാം. അതിനകത്ത് ജാസ്മിൻ പറഞ്ഞത് ഇവിടെ കുറഞ്ഞ ബാറ്ററി ചാർജ് ഉള്ളത് ശരണ്യയ്ക്കാണ്. 3rd വീക്ക് ഇവിടെ ഇൻവെസിബിൾ ആയിരുന്നു, പിന്നീട് കളി തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ ശരണ്യ വളരെ മോശം കളിയാണ് കളിക്കുന്നത്. ചാർജ് പലരും ഊറ്റിയെടുക്കുന്നുണ്ട്, തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ഷുഗർ കോട്ട് ചെയ്തുകൊണ്ട്. ശരണ്യയുടെ ഉള്ള ചാർജ് ശരണ്യ ആർക്കും കൊടുക്കരുത്, സൂപ്പറായിട്ട് കളിക്കുക. അത് ജാസ്മിൻ പറഞ്ഞ കറക്റ്റ് അഭിപ്രായമാണ്. ശരണ്യെ പലരും ഊറ്റിയെടുക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ പൊട്ടൻഷ്യലുള്ള കണ്ടസ്റ്റൻ്റാണ് ശരണ്യ. ശരണ്യ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇനിയും ശരണ്യയ്ക്ക് സൂപ്പറായിട്ട് കളിക്കാൻ അത് പലരും മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ശ്രീതു ജിൻഡോയെ പറയാണ്, ഞാൻ 4 ഘട്ടം ജിൻഡോയ്ക്ക് കൊടുക്കുന്നു. ജിൻഡോ ക്യാപ്റ്റൻ ആയതിനു ശേഷം ഭയങ്കര ഡൗൺ ആണ്. ജിൻഡോ ആയിട്ട് ജിൻഡോ അഭിപ്രായം പറയട്ടെ. പവർ റൂമിൻ്റെ അഭിപ്രായം അല്ല ജിൻഡോയുടെ അഭിപ്രായം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ജിൻഡോ ഈ പറഞ്ഞ പോലെ വൈൽഡ് കാർഡ്സ് വന്നതിന് ശേഷം അവരുടെ മാനിപ്പുലേഷൻസിൽ അല്ലെങ്കിൽ അവരുടെ ഗെയിമിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്നുണ്ട്. എസ്പെഷ്യലി സായി, അതുപോലെ തന്നെ നമ്മുടെ അഭിഷേക് ശ്രീകുമാർ, പിന്നെ സിബിൻ, ഇവരുടെ 3 പേരുടെയും ഗെയിമിൽ അകപ്പെട്ടു. അത് അവരുടെ വിജയമാണ്. സിബിനെയും അഭിഷേക് ശ്രീകുമാറിനെയും സായിയെയും സംബന്ധിച്ച് അവരുടെ വിജയമാണ്. ജിൻഡോ അവരുടെ ഗെയിമിൽ അകപ്പെട്ടു. ഒരു ബ്രില്യൻ പ്ലെയർ ആയിരുന്നു ജിൻഡോ. അതിപ്പോൾ മണ്ടത്തരം കാണിച്ചാലും പൊട്ടത്തരം കാണിച്ചാലും എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കണ്ടന്റ് തൂക്കി വാരിക്കൊണ്ടുന്ന ജിൻഡോയാണ്. ഇതേ ജിൻഡോയെ ഇപ്പോൾ പിടിച്ചു വെച്ചുകൊണ്ട് അവരാണ് കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മെയിൻലി ജിൻഡോ ആണ് ഉടക്കുണ്ടാക്കുന്നത്, പ്രശ്നം ഉണ്ടാക്കുന്നത് എല്ലാം പറയുന്നത്. പക്ഷേ ഇളക്കി വിടുന്നതും നീ ഇങ്ങനെ ചെയ്യേ, നീ ആ പോയിന്റ് ചെയ്യേ, അവിടെ നിനക്ക് ഇത് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഭവം പറഞ്ഞു വിടുന്നത് സിബിനും സായിയും ശ്രീകുമാറും കൂടിയാണ്. അപ്പോൾ ഇത് അവരുടെ വിജയമാണ്. കാരണം അവരുടെ കളിപ്പാവയായിട്ട് ഇപ്പോൾ ഓൾറെഡി ജിൻഡോ മാറിക്കഴിഞ്ഞു. അത് സത്യം തന്നെയാണ്. അപ്പം അടുത്ത അൻസിബ പറയാണ്, ഞാൻ ഗബ്രിയുടെ പേരാണ് പറയുന്നത്. ഗബ്രിക്ക് ഞാൻ 2 ഘട്ടേ കൊടുക്കുന്നുള്ളൂ. എവിക്ഷനിൽ വരാറാകുമ്പോൾ ഗബ്രിക്ക് ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ഒരു പേടിയാണ്. അതിൻ്റെ ആവശ്യമില്ല. ചെയ്തത് നല്ലതാണെങ്കിൽ നമ്മൾ ആരെയും പേടിക്കേണ്ട ഒരു കാര്യമില്ല. അത് കറക്റ്റാണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഗബ്രിക്ക് എവിക്ഷൻ പേടിയാണ്. കാരണം ഗബ്രി എവിക്ഷനിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജാസ്മിൻ ക്യാപ്റ്റൻസി ആയ സമയത്ത് പോലും എനിക്ക് പവർ റൂമിൽ നിന്ന് പുറത്ത് പോകണ്ട. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, നീ പവർ റൂമിൽ നിന്ന് മാറി നിൽക്ക്, അന്ന് നല്ലതാണ്. വേണ്ട എനിക്ക് മാറണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധപൂർവ്വമാണ് ജാസ്മിനെ കൊണ്ട് വീണ്ടും ഗബ്രി എടുത്ത് പവർ റൂമിൽ ഇടിയിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഗബ്രിയുടെ ഒരു ഗെയിമിലേക്ക് ഗബ്രി നോമിനേഷൻ ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം ഗബ്രിക്ക് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അടുത്ത് ശ്രീരേഖ പറയാണ്, ഞാൻ ജാസ്മിനെ പറയുന്നു, ചില നേരം ചാർജ് കൂടും, ചില നേരം ചാർജ് കുറയും. മറ്റുള്ളവർ ചെയ്യുന്നത് എന്താണെന്ന് നീ ശ്രദ്ധിക്കേണ്ട, നീ നിൻ്റെ കാര്യം നോക്കി മുന്നോട്ട് പോവുക എന്നാണ്. അടുത്ത് ജയദീപ് വരുന്നു, ഞാൻ ജിൻഡോയുടെ പേര് പറയുന്നു. വൈൽഡ് കാർഡ്സ് വന്നതിന് ശേഷം ജിൻഡോയുടെ സപ്പോർട്ട്, നല്ല സപ്പോർട്ടുള്ള ഒരാളായിരുന്നു ജിൻഡോ. പക്ഷേ ജിൻഡോയുടെ സപ്പോർട്ട് ഇപ്പോൾ താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സിബിൻ പറയുന്ന പോയിൻറ്റ്സ് ആണ് ജിൻഡോ കോർട്ട് ടാസ്കിൽ പോലും പറയുന്നത്. എന്ത് സിബിൻ പറഞ്ഞു കൊടുക്കുന്നോ ആ സാധനമാണ് ഇവിടെ ജിൻഡോ ഫോളോ അപ്പ് ചെയ്യുന്നത്. അപ്പം നന്ദന പറയാണ്, ഞാൻ ജയദീപിൻ്റെ കാര്യമാണ് പറയുന്നത്, റെഡാണ്, കാരണം ജയദീപ് പെർഫോമൻസ് ഇല്ല, ഇതാണെന്നെല്ലാം പറയുന്നു. നോറ വരുന്നു, റസ്മിനെയാണ് ഞാൻ പറയുന്നത്. റസ്മിൻ ഇപ്പോൾ ചാർജ് കുറവാണ്. വ്യക്തിഗതമായിട്ട് നീ മത്സരിക്കണം. മറ്റുള്ളവരുടെ കാര്യം നീ ചിന്തിക്കുമ്പോൾ നിൻ്റെ കാര്യം നീ മറന്നു പോരുതെന്നാണ് പറയുന്നത്. ആരുടെ കാര്യം എന്നറിയാമോ? നീ ജാസ്മിനെ പിന്താങ്ങുന്നതൊക്കെ കൊള്ളാം, പക്ഷേ നീ കളിക്കണം, ഇല്ലെങ്കിൽ നിന്നെ അവൾ പെടുത്തും എന്നുള്ളൊരിതാണ്. നീ നിൻ്റെ കാര്യം നീ നോക്കിക്കോണം എന്നാണ് പറയുന്നത്. സായി, ഞാൻ ഋഷിയുടെ കാര്യം പറയുന്നു. ഗെയിം 100% ആവും നീ നിൻ്റെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ. ശ്രീകുമാർ വരുന്നു, ഞാൻ അൻസിബയുടെ പേര് പറയുന്നു. അൻസിബ ഇപ്പോഴും ഗെയിമിലേക്ക് ഇറങ്ങിയിട്ടില്ല, ഡൗൺ ആണ്. റസ്മിൻ വരുന്നു, സിബിൻ്റെ പേര് പറയുകയാണ്. ഒരു ഗെയിമിന് ശേഷം നെഗറ്റീവ്, നിങ്ങളൊരു ഗെയിമർ തന്നെയാണ്, സൂപ്പറാണ്, ടാലൻറ്റഡ് ആണ്, പക്ഷേ ഇവിടെ നെഗറ്റിവിറ്റി, മാനിപ്പുലേഷൻ, വളരെ നെഗറ്റീവ് കാര്യങ്ങളെല്ലാം സ്പ്രെഡ് ചെയ്യുന്ന നിങ്ങളൊരു നെഗറ്റീവ് വൈബാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കറക്റ്റാണ്. ഞാൻ പറഞ്ഞില്ലേ, സിബിൻ കളിക്കുന്ന ഗെയിം അസൽ ഗെയിമാണ്. ഗെയിം കളിക്കാന്നുള്ള അറിയാമെന്നുള്ള ആൾ തന്നെയാണ് സിബിൻ. പക്ഷേ സിബിൻ ആരെയും മാനിപ്പുലേറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ആരെയും കറക്കി വിടാതെ സിബിൻ ഒറ്റയ്ക്ക് നിന്ന് സിബിൻ്റെ നേരെ വരുന്ന പ്രശ്നങ്ങളെ സിബിൻ നേരിടട്ടെ. അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കുന്ന ഒരാളെ പോയി കുത്തി സിബിൻ പ്രശ്നം ഉണ്ടാക്കട്ടെ. ഇത് ജിൻഡോയുടെ കേസിലാണ്. സിബിൻ തിളങ്ങുന്നുണ്ടെങ്കിൽ അത് ജിൻഡോയുടെ കേസിലാണ്, അല്ലേ? ഗബ്രി തിളങ്ങുന്നത് എന്ത് കേസിലാണ്? ജാസ്മിൻ്റെ കേസിലാണ്. ജാസ്മിൻ തിളങ്ങുന്നത് എന്ത് കേസിലാണ്? ഗബ്രിയുടെ കേസിലാണ്. അതുപോലെ ഈ സിബിൻ തിളങ്ങുന്നത് ജിൻഡോയുടെ കേസിലാണ്. മനസ്സിലായോ? അപ്പോൾ എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണം. അടുത്ത് ഗബ്രി പോവാണ്. ഞാൻ ശ്രീരേഖ ചേച്ചിയുടെ പേര് പറയുന്നു. ഇമോഷനിലാണ്, ആരുടെയും കൂടെ ഇല്ലെന്ന് പറയുന്നുണ്ടെങ്കിലും ആരൊക്കെയോ പറയുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല കേട്ടോ. ശ്രീരേഖ ഇതുവരെയും ഒറിജിനലായിട്ടാണ് ശ്രീരേഖ നിന്നിട്ടുള്ളത്.
ഒറിജിനലായിട്ട് ശ്രീരേഖയ്ക്ക് പ്ലാനിങ് ഉണ്ട്, അത് ശ്രീരേഖ പറയുന്നുണ്ട്. ഒറിജിനലായിട്ട് തന്നെയാണ് ശ്രീരേഖ. അതുകൊണ്ട് ശ്രീരേഖ അധികം പോകില്ല. കാരണം ഒറിജിനലായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഇവർക്ക് ഗെയിം കളിക്കാൻ അവരോട് പറ്റുന്നില്ലല്ലോ. പ്ലാനിങ് ഉണ്ട്, പക്ഷെ അവർക്ക് പറ്റൂല, അധികം പറ്റൂല, അവർക്ക് ഇനി പോകാൻ പറ്റൂല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് മറിച്ച് കഴിഞ്ഞാൽ സൂപ്പർ പ്ലേ ആണ്. ഇനി അവിടെ ഉള്ളൊരു സീനിയർ സിറ്റിസൺ എന്ന് നമുക്ക് പറയാനാണെങ്കിൽ ശ്രീരേഖയിലേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അടുത്ത് അർജുൻ വരുന്നു. ഞാൻ അഭിഷേക് ശ്രീകുമാറിൻ്റെ പേര് പറയാണ്. വന്ന ദിവസമുള്ള ആ പവറൊന്നും ഇപ്പം കാണുന്നില്ല. ശരിയാണ്, ശ്രീകുമാർ വന്ന ദിവസം 2 ദിവസം പവറായിരുന്നു, പിന്നെയാണ് ബിഗ് ബോസ് വിളിച്ച് ബാൻ ചെയ്യുന്നത്. അപ്പോൾ ശ്രീകുമാറിൻ്റെ ഗെയിമൊക്കെ തകർന്നു. മനസ്സിലായില്ല. അപ്പോൾ എനിക്ക് ശ്രീകുമാറിനെ കുറിച്ച് പറയാനുള്ളത്, ശ്രീകുമാർ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ശ്രീകുമാറിനെ ഓഡിഷൻ വിളിച്ചപ്പോഴത്തേക്കും ശ്രീകുമാർ പറഞ്ഞിട്ടുള്ളത് ഈ മെയിനായിട്ട് LGBTQ-നെതിരായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ തന്നെയായിരിക്കും. ഇത് കണ്ടിട്ടായിരിക്കും ഇവർ ശ്രീകുമാറിനെ ഷോയിലേക്ക് എടുത്തത് അടി ഉണ്ടാക്കാൻ. ഇതേ ശ്രീകുമാർ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ട് വന്ന് ഈ ഷോയ്ക്കകത്ത് വന്ന് എനിക്ക് LGBTQ-നോട് എതിരാണ്, അത് എല്ലാ ആൾക്കാരോടും അല്ല, ഇന്ന പർട്ടിക്കുലർ വ്യക്തികളോട് എതിരാണ് എന്ന് പറയുമ്പോൾ ഈ ഓഡീഷൻ നടത്തിയ ആൾക്കാർ അല്ലെങ്കിൽ ഈ ബിഗ് ബോസിൻ്റെ ടീം അഭിഷേക് ശ്രീകുമാറിൻ്റെ ഈ ക്വാളിറ്റി അല്ലെങ്കിൽ LGBTQ-നെതിരാണ്, ഇതിനകത്ത് വന്ന് ഇവൻ ഇതൊക്കെ സംസാരിക്കും. വ്യക്തമായിട്ട് അഭിഷേക് ശ്രീകുമാർ ഈ കാര്യങ്ങളെല്ലാം എന്തായാലും പുള്ളിക്കാരൻ്റെ ഐഡിയോളജീസ് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇതേ അഭിഷേക് ശ്രീകുമാറിനെ ബിഗ് ബോസ് സീസൺ 6 സെലക്ട് ചെയ്തപ്പം അഭിഷേക് ശ്രീകുമാർ ഇതിനകത്ത് വന്ന് ശ്രീകുമാറിൻ്റെ അഭിപ്രായങ്ങൾ പറയുമ്പം എന്തുകൊണ്ട് ബിഗ് ബോസ് അതിനെ വാൺ ചെയ്തു? ഞാനതാണ് ചോദിക്കുന്നത്. ശ്രീകുമാർ പറഞ്ഞ ആരോപണം ശരിയായിരിക്കാം, തെറ്റായിരിക്കാം, LGBTQ-നെതിരെ പറയാമായിരിക്കാം, പറയാൻ പാടില്ലായിരിക്കാം. പക്ഷേ ശ്രീകുമാറിനെ ഷോയിലേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് അഭിഷേക് ജയദീപിനെതിരെ കളിക്കാൻ വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് കൂടി തന്നെയാണ് 2 അഭിഷേകിനെ വൈൽഡ് കാർഡ്സ് ആയിട്ട്, ഒരാൾ LGBTQ-ലെ ഗേ കമ്മ്യൂണിറ്റിയും ഒരാൾ LGBTQ-ന് എഗെയിൻസ്റ്റ് സംസാരിക്കുന്ന ആളോട് സെലക്ട് ചെയ്തത്. ഇതേ ശ്രീകുമാറിനെ അകത്ത് വന്നുകൊണ്ട് സംസാരിച്ചപ്പോൾ ബിഗ് ബോസ് വാൺ ചെയ്ത് നിർത്തിയത്, അത് ശ്രീകുമാർ പത്തി താന്നിരിക്കുന്നുണ്ടെങ്കിൽ അത് ബിഗ് ബോസ് താത്തി ഇരുത്തിയത് തന്നെയാണ്. ശ്രീകുമാറിൻ്റെ അടുത്ത് ബിഗ് ബോസിനെ വിളിച്ച് പേഴ്സണലി നമ്മളെ കാണിച്ചില്ല എങ്കിൽ കൂടിയും ഒന്ന് പറയാം, നമ്മൾ മിണ്ടാതിരിക്കാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഇത്രയും മിണ്ടാതിരിക്കേണ്ട ആവശ്യമില്ല. അത് ശ്രീകുമാറിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അഭിഷേക് ജയദീപിൻ്റെ കാര്യത്തിലായാലും അയാൾക്ക് കമ്മ്യൂണിറ്റിയെക്കുറിച്ച് ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്തൊരു വക പറയാൻ അഭിഷേക് ജയദീപിനെ സമ്മതിക്കുന്നുമില്ല. കമ്മ്യൂണിറ്റിക്ക് എഗെയിൻസ്റ്റ് പറയാൻ അഭിഷേക് ശ്രീകുമാറിനെ സമ്മതിക്കുന്നില്ല. ഇത് എന്താണ് ഹേ? എനിക്ക് അറിഞ്ഞുകൂടാത്തന്നെ ചോദിക്കുകയാണ്. ഒരാൾ റെപ്രസെൻ്റ് ചെയ്ത് വന്ന ആൾ, ഒരാൾ എഗെയിൻസ്റ്റ് ചെയ്ത് കളിക്കാൻ വന്ന ആൾ, ഇത് ഇവരെ പറയാനൊന്നും സമ്മതിക്കുന്നില്ല. ഒന്നുകിൽ ഇവരെ ഷോയിലേക്ക് എടുക്കരുതായിരുന്നു. എസ്പെഷ്യലി ഞാൻ അഭിഷേക് ശ്രീകുമാറിൻ്റെ കാര്യം പറയുകയാണ്. ഒന്നുകിൽ അഭിഷേക് ശ്രീകുമാറിനെ ഷോയിലേക്ക് എടുക്കാൻ പാടില്ലായിരുന്നു. കാരണം പുള്ളിക്കാരൻ്റെ ഐഡിയോളജീസ് ഒക്കെ ഇൻ്റർവ്യൂവിൽ വ്യക്തമാക്കിയിട്ടുണ്ടാകും പുള്ളിക്കാരൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ എടുക്കണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ട ബിഗ് ബോസ് ടീമാണ്. അങ്ങനെയുള്ള ഒരാളെ എടുത്തു കഴിഞ്ഞാൽ അയാൾ ഷോയിൽ വന്ന് ഈ വക കാര്യങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ എന്തിനാണ് അയാൾ വന്ന് ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ വാൺ ചെയ്യുന്നത്? നിങ്ങൾ വാൺ ചെയ്യുന്ന ഭാഗമായിട്ട് തന്നെയാണ് അഭിഷേക് ജയദീപും അഭിഷേക് ശ്രീകുമാറും. ഇപ്പം നോക്കിക്കേ, ശ്രീകുമാറിൻ്റെ ഐഡിയോളജീസ് മാറി, അയാൾക്കൊന്നും പറയാനില്ല, അയാൾ വന്നവിടെ മിണ്ടാതിരിക്കുന്നു. അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഏക സാധനം ഇതായിരുന്നു. അതിനെ നിങ്ങൾ അടിച്ചൊതുക്കി അവിടെ ഇരുത്തി. ഇനി അവിടെ നിങ്ങൾക്ക് വാഴ പോലെ കാണാം. അത്രേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ തന്നെയാണ് അത് ചെയ്തു വെച്ചത്. അടുത്ത് തന്നെ സൗണ്ട് എല്ലാം പോയി അലച്ചലച്ച്. അടുത്ത് നമ്മുടെ അപ്സര വരുന്നു. ഞാൻ അർജുൻ്റെ പേരാണ് പറയുന്നത്. എക്സ്പെക്റ്റേഷനൊത്ത് അർജുൻ വളരുന്നില്ല. ശരണ്യ വരുന്നു. ഞാൻ അപ്സരയുടെ പേരാണ് പറയുന്നത്. അപ്സര നല്ല ഒരു ചേഞ്ച് ആയിരുന്നു ഫസ്റ്റ് വന്നപ്പോഴത്തേക്കും. പക്ഷേ ഇപ്പോൾ അപ്സര കൊണ്ട് പറ്റുന്നില്ല. ഭയങ്കര ലോയിലേക്കാണ് അപ്സര പോകുന്നത്. കയറി വരണം. പൂജ വരുന്നു. ഞാൻ സിബിൻ്റെ പേരാണ് പറയുന്നത്. സിബിൻ വളരെ ലോയാണ് ഇപ്പം. സിബിന് ശരിക്കും നല്ല രീതിക്ക് ഗെയിം കളിക്കാനാണ്. അത് സിബിൻ കളിച്ചു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. ഋഷി വരുന്നു. ഞാൻ ജയദീപിൻ്റെ പേര് പറയുന്നു. കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആളാണ് ജയദീപ്. പക്ഷേ പിഞ്ഞ അങ്ങനെ ഇങ്ങനെ എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ ജയദീപ് നടക്കുന്നത്. സിബിൻ, ഞാൻ ശ്രീധുവിൻ്റെ പേരാണ് പറയുന്നത്. കൺഫ്യൂസ്ഡ് ആണ് കുറച്ച് സമയത്ത്. പക്ഷേ നടക്കുന്ന കാര്യം എന്താണെന്ന് ശ്രീധുവിന് അറിയത്ത് പോലും ഇല്ല ഇവിടെ. ജിൻഡോ, ഞാൻ ജാസ്മിൻ്റെ പേരാണ് പറയുന്നത്. ഞാനിവിടെ വന്ന ദിവസം ജാസ്മിൻ കപ്പ് കൊണ്ട് പോകുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. 2 ദിവസം കഴിഞ്ഞ് ഗബ്രിയുടെ കൂടെ ജാസ്മിൻ കൂടി. ഇവരെ സെപ്പറേറ്റ് ആക്കി ഞാൻ 2 ടീമിലാക്കി. എന്നിട്ട് പോലും ഇവരെന്ത് ചെയ്യുന്നില്ല, കളിക്കുന്നില്ല. ഈ ജാസ്മിൻ പോയി ഡെൻ റൂമിൽ ഇരുന്നത് കൊണ്ടാണ് ഡെൻ റൂം നമ്മൾ പൂട്ടാൻ തന്നെ കാരണം. സ്വന്തമായിട്ട് കളിച്ചു കഴിഞ്ഞാൽ ജാസ്മിൻ ഇനി മുന്നോട്ട്. പക്ഷേ അവിടെ ജിൻഡോ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ ഇരുന്നത് കൊണ്ടല്ല ഡെൻ റൂം പൂട്ടിയത്. അവരറിയുന്ന പോലും ഇല്ല ജാസ്മിനകത്തുണ്ടെന്ന്. അത് വേറൊരു കാര്യം. പക്ഷേ ജിൻഡോ പറഞ്ഞിട്ടുള്ള 2 ദിവസം കഴിഞ്ഞ് ഗബ്രിയുടെ കൂടെ ചേർന്നുകൊണ്ടാണ് ജാസ്മിൻ്റെ ഗെയിം ഇങ്ങനെ ആവാൻ കാരണം, ജാസ്മിനെ വെറുക്കാൻ കാരണം, പുറത്ത് ഹേറ്റേഴ്സ് ആവാൻ കാരണം എന്നെല്ലാം പറഞ്ഞത് കൃത്യമാണ്. ജിൻഡോ കറക്റ്റാണ്. അടുത്ത് ലാലേട്ടൻ ക്യാപ്റ്റൻസിയെ കുറിച്ചാണ് ചോദിക്കുന്നത്. ജിൻഡോ പറയണം എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. റസ്റ്റിൻ പറയാൻ അട്ടർ ഫ്ലോപ്പായിരുന്നു. ജിൻഡോ പവർ ടീമിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുമ്പോഴാണ് തോന്നിയത്. സംസാരിക്കുന്ന രീതി ശരിയല്ലായിരുന്നു. പവർ റൂമിൻ്റെ പപ്പറ്റായിരുന്നു. നീ എനിക്ക് വോട്ട് ചെയ്തോ എന്ന് പോലും ക്യാപ്റ്റനോട് ഓരോരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ക്യാപ്റ്റൻ തിരിച്ചു ചോദിച്ചുകൊണ്ടിരുന്നു. ജിൻഡോ പറയാണ്
ഇവിടെ പൂട്ടിയിട്ട സമയത്ത് എന്നെ ഈ പറയുന്ന ഗബ്രി തെറിയൊക്കെ അത്രമാത്രം ഈ ഗബ്രി പറഞ്ഞു, തെറിയെല്ലാം പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് വോട്ട് ചെയ്തോ എന്ന് ഞാൻ ചോദിച്ചത്. അപ്പോൾ എൻ്റെ അടുത്ത് കുനിഞ്ഞു നിൽക്കാൻ ഈ ഗബ്രി പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇവർക്ക് വെള്ളവും ഭക്ഷണമൊക്കെ കഴിവതും എത്തിച്ചു കൊടുത്തു. അപ്പോൾ ജാസ്മിൻ പറയാണ്, ലാലേട്ടാ പപ്പറ്റ് പോലെ തന്നെയാണ് ഈ ജിൻഡോ ഇവിടെ നിൽക്കുന്നത്. ജിൻഡോ എന്തെങ്കിലും പറയാൻ വരുമ്പോഴത്തേക്കും ജിൻഡോയുടെ ആരോ സിബിട്ട് നിർത്തിയിരിക്കും പോലെ ജിൻഡോയെ നിർത്തിയിട്ടുണ്ട്. കാരണം ജിൻഡോ എന്തെങ്കിലും പറഞ്ഞ് മണ്ടത്തരായാലോ എന്ന് വിചാരിച്ചുകൊണ്ട് ജിൻഡോ മിണ്ടത്തില്ല. ജിൻഡോ മിണ്ടാതെ നിൽക്കും. കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് കേൾക്കുന്നില്ല എന്ന് ജിൻഡോ പറയും. ഇത് സിബിനാണ് ജിൻഡോയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. സിബിൻ നിർദ്ദേശിക്കുന്ന അനുസരിച്ചാണ് ജിൻഡോ പോകുന്നത്. ജിൻഡോ എന്ന് പറഞ്ഞ ക്യാപ്റ്റൻ അട്ടർ ഫ്ലോപ്പാണ്. ഗബ്ബരി പറയുന്നു, പവർ ടീമിനെ ചോദ്യം ചെയ്യാനുള്ള പവർ ക്യാപ്റ്റനുണ്ട്. പക്ഷേ ക്യാപ്റ്റൻ അസുഖത്തിൻ്റെ പേരിൽ ക്യാപ്റ്റൻ പല പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഞാനൊരു അസുഖത്തിൻ്റെ പേര് പറഞ്ഞപ്പോൾ പോലും ക്യാപ്റ്റൻ എന്നെ അതിന് സമ്മതിച്ചില്ല. നീ എനിക്ക് വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞു. 8ഉം 10ഉം തവണ ബെല്ലടിച്ചിട്ടും ക്യാപ്റ്റൻ പലരെ കൊണ്ടുമാണ് ടാസ്ക് ലെറ്റർ വായിപ്പിച്ചുകൊണ്ടിരുന്നത്. ക്യാപ്റ്റൻ ഉത്തരവാദിത്വമല്ല. ക്യാപ്റ്റനും പവർ റൂമും രണ്ടും തെറ്റായിരുന്നു. ഈ ആഴ്ച 0 റെസ്പോൺസിബിലിറ്റിയാണ് പവർ റൂമിനുണ്ടായിരുന്നത്. ക്യാപ്റ്റനെ നിയന്ത്രിക്കാൻ പവർ റൂമിന് കഴിയുമായിരുന്നു, പക്ഷെ അവരെ നിയന്ത്രിച്ചില്ല. കുനിഞ്ഞു നിൽക്കുമോ എന്ന് ഞാൻ ചോദിച്ചത്, ബടനെ പോലെ അവരുടെ മുന്നിൽ കുനിഞ്ഞു നിൽക്കും പോലെ നമ്മുടെ മുന്നിൽ കുനിഞ്ഞു നിൽക്കൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അതിന് വേറൊരു അർത്ഥമില്ല. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, ഓക്കെ എങ്ങനെയാണ്, പക്ഷേ ലാലേട്ടൻ അവിടെ ഗബ്രിയേയും ചോദ്യം ചെയ്തില്ല. അപ്പം നോറ പറയാണ്, ക്യാപ്റ്റനാണ് പ്രോബ്ലം ഇവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. കാക്ക, പുള്ളി, ജിൻഡോ ചേട്ടൻ എന്നൊക്കെ വിളിക്കുന്ന കേസിനെയൊക്കെ വലുതാക്കി ഊതിക്കൊണ്ടാണ് ഈ ജിൻഡോ വരുന്നത്. അഫ്സൽ പറയാണ്, ഏറ്റവും മോശം ക്യാപ്റ്റൻസിയാണ് സീസൺ 6-ലെ. 7 പേരുടെ കൂടെ എന്നെ ക്യാപ്റ്റൻ ആക്കാൻ നെക്സ്റ്റ് വീക്ക് നോമിനേറ്റ് ചെയ്യാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നീ കൂടി എന്നെ നോമിനേറ്റ് ചെയ്യുമോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു എന്ന് അഫ്സല പറഞ്ഞു. എൻ്റെ അടുത്ത് ജിൻഡോ ചേട്ടൻ ചോദിച്ചിരുന്നു, പക്ഷേ ഞാൻ നോമിനേറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നു. ജിൻഡോ ചേട്ടൻ പറഞ്ഞതുപോലെ ജിൻഡോ ചേട്ടനെ 7 പേര് കൃത്യമായിട്ട് ക്യാപ്റ്റൻസിയിൽ നോമിനേറ്റും ചെയ്തിരുന്നു. അത് എന്താണ് ഇവിടെ? അപ്പം ലാലേട്ടൻ എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് ലാലേട്ടൻ ചോദിച്ചിട്ടില്ല. കാരണം നോമിനേഷൻ ഡിസ്കസ് ചെയ്യാൻ പാടില്ലാത്ത സാധനമാണ്. ആ സാധനം ലാലേട്ടൻ ചോദിച്ചില്ല, സ്കിപ്പ് ചെയ്തു. അപ്പം പൂജ പറയാണ്, ജിൻഡോ ചേട്ടൻ്റെ പൂജ ഈ കേട്ടൊക്കെ ശരിയാണ്. അത് ജിൻഡോ ചേട്ടനെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ലാലേട്ടാ. നമുക്കറിയാം ജിൻഡോ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന്. ഒരു ഗ്ലാസ് അവിടെ കഴുകി വെക്കാത്തതിന് ഞാൻ ജിൻഡോയ്ക്ക് പണിഷ്മെൻറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ എനിക്കെതിരെ തിരിച്ച് പണിഷ്മെൻറ്റുമായിട്ട് വന്ന ആളാണ് ജിൻഡോ. അപ്പോൾ ശ്രീരേഖ പറയാണ്, വളരെ മോശമാണ്. അപ്പോൾ സായി പറയണം, കുറേ ഈ ജിൻഡോ എന്ന് പറയുന്ന ആൾ ക്യാപ്റ്റൻ ആകുമ്പോൾ എന്താണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വോട്ട് ചെയ്തത്. പിന്നെ പവർ ടീം ഇവർ തമ്മിൽ നല്ലപോലെ ഡിസ്കഷൻ നടന്നിട്ടുണ്ട്. പിന്നെ ഒരു അട്ടർ ഫെയിലിയർ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ലാലേട്ടൻ പറയണം, ജിൻഡോ നല്ല ക്യാപ്റ്റനാണ്, ചെയ്തത് ശരിയാണെന്ന് അഭിപ്രായമുള്ളൊരു കൈവെക്കൂ. ആരും കൈവെക്കുന്നില്ല. ഗബ്ബരി പറയാണ്, വളരെ സ്ട്രിക്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു ക്യാപ്റ്റൻ ആണെന്നുള്ള രീതിക്ക് പുറഞ്ചാൻ ആരെയും ഒരു കാര്യവും ചെയ്യാൻ സമ്മതിച്ചില്ല. ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, അത് സൂപ്പറായിരുന്നു. ജാസ്മിൻ പറയാണ്, എന്ത് ചെയ്താലും ഈ ജിൻഡോയുടെ കോമഡിക്ക് ചിരിച്ചു കൊടുക്കാൻ ഇവിടെ കുറേ ആൾക്കാരുള്ളതുകൊണ്ട് ജിൻഡോ വിചാരിക്കും ഞാൻ ഹീറോ ആണെന്ന്. പക്ഷേ ജിൻഡോ അവിടെ ശരിക്കും കോമാളിയാണ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ പറയാണ്, ജിൻഡോ ഇവിടെ പലരുടെയും പപ്പറ്റാണെന്ന് ആർക്കൊക്കെ അഭിപ്രായമുണ്ട്. എല്ലാവരും കൈവെക്കുന്നു. പവർ ടീമും സായിയും അഭിഷേക് ശ്രീകുമാറും ഒഴിച്ച് ബാക്കി എല്ലാവരും കൈവെക്കുന്നു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അഭിഷേക് ശ്രീകുമാറും സായിയും ആരുടെ കെട്ടാണ്? സിബിൻ്റെ കെട്ടാണ്. അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും കൈ പൊക്കാത്തത്. ബാക്കിയുള്ളവരൊക്കെ കൈവെക്കുന്നു. അടുത്ത് ജയിലിൻ്റെ കേസാണ് ലാലേട്ടൻ ചോദിക്കുന്നത്. 8 പേര് പൊക്കുവാണ്. അപ്പോൾ ജയിലിൻ്റെ കേസ് ലാലേട്ടൻ ചോദിക്കുന്നു, എങ്ങനെയുണ്ടായിരുന്നു? ജാസ്മിൻ പറയുന്നത്, നല്ലതായിരുന്നു, നോറയായിട്ട് കുറേ കാര്യങ്ങളൊക്കെ കൺവേ ചെയ്യാൻ പറ്റി. അപ്പം നിങ്ങൾ തെറിയെന്നും പറഞ്ഞല്ല ലാലേട്ടൻ, ഞാൻ തെറിയെന്നും പറഞ്ഞില്ല, ഞാൻ കുറേ മോശം വേർഡ്സൊക്കെ യൂസ് ചെയ്തു. അത് ഭയങ്കര നല്ലതാണല്ലോ ലാലേട്ടൻ തിരിച്ചു ചോദിക്കുകയാണ്. എന്നിട്ട് ജിൻഡോ പറയാണ്, ജയിലിൽ വന്ന സമയത്ത് ഗബ്രി ആഹാരം കൊണ്ട് കൊടുത്തു. ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് സമ്മതിക്കാതെ ഗബ്രി ആഹാരം കൊണ്ട് കൊടുത്തു, ജയിലിൽ വെച്ച് കെട്ടിപ്പിടിച്ചു. അപ്പോൾ ഗബ്രി പറയുന്നത്, 2 ബൗൾ ഉണ്ടായിരുന്നു ലാലേട്ടൻ, അത് ജിൻഡോക്ക് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ മോനെ കൂടുതലൊന്നും പറയണ്ട കേട്ടോ, ഭയങ്കര സഹാനവും ഭയങ്കര വലിയ മഹാമനസ്കതയൊന്നും കാണിക്കണ്ട. ജാസ്മിൻ പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പറയാൻ പാടില്ല. എടാ പോടാ എന്നൊക്കെ പറഞ്ഞാൽ വിളി നിർത്തൂ. റസ്മിൻ നിങ്ങൾക്ക് എന്തിൻ്റെ കുഴപ്പമാണ്? പവർ ടീമിലേക്ക് വേണ്ടിയിട്ട് കൊടുത്തിരുന്ന ഭക്ഷണം പനീർ നിങ്ങൾ എടുത്തുകൊണ്ട് പോയി രാത്രി എന്തിനു കൊടുത്തോ? ആ ലാലേട്ടാ ഞാൻ കൊടുത്തു, ജയിലിൽ കൊണ്ടുപോയി കൊടുത്തു. സോറി ലാലേട്ടാ, കൊടുക്കാൻ പാടില്ലായിരുന്നു. ബിസ്ക്കറ്റ് കുക്കീസൊക്കെ കഴിഞ്ഞ ആഴ്ച കൊടുത്തിരുന്നു, അതാണ് ഞാൻ കൊണ്ട് കൊടുത്തത്. നിങ്ങൾ എന്തുകൊണ്ട് ആ സമയം ചോദ്യം ചെയ്തില്ല? ഒന്നും മിണ്ടില്ല. റസ്മിൻ ഒന്നും മിണ്ടില്ല. ലാലേട്ടൻ പറഞ്ഞു, നിങ്ങൾ ന്യായം പറയുന്ന ആളാണല്ലോ എപ്പോഴും. അപ്പോൾ ജിൻഡോ പറഞ്ഞു, ലാലേട്ടാ ഇവർക്ക് മാല ഒരുക്കാൻ കൊടുത്തിട്ട് ഇവർ പകുതി മുത്തും പകുതി നൂലുമാണ് കൊടുത്തത്. അപ്പം നോറ പറഞ്ഞു, ലാലേട്ടൻ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാനാണ് ബിഗ് ബോസ് പറഞ്ഞത്. അപ്പം ലാലേട്ടൻ പറയുന്നു, ശരിക്കും ഈ മുത്തെല്ലാം തിരിച്ച് പറക്കി ഇട്ടിട്ട് ഒരു മുത്ത് മാത്രം ഇട്ട് നൂല് മാത്രം മതിയായിരുന്നല്ലോ, മുത്ത് മൊത്തം പറക്കി തിരിച്ചിട്ട് വീണ്ടും ഒന്നേന്ന് ഇടാൻ പറയും. ഞാൻ പിന്നെ ഒന്നും പറയണില്ല.
അടുത്ത ഫുഡിൻ്റെ കേസാണ് ലാലേട്ടൻ ചോദിക്കുന്നത്. ജാസ്മിൻ ഇവിടെ എന്തുകൊണ്ടാണ് ജാസ്മിൻ ആ സമയം ഫുഡ് വേസ്റ്റ് ആക്കിയത്? അത് ഈ സിബിൻ നമ്മുടെ ഔദാര്യത്തിന് നീ വന്ന് ഫുഡ് കഴിക്കേണ്ട എന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കഴിക്കാത്തത്. ജാസ്മിൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് വളരെ ഉറപ്പില്ല. കാരണം അതിന് മുന്നേ ആണല്ലോ ജാസ്മിൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ജാസ്മിൻ നീ നമ്മുടെ ഔദാര്യത്തിൽ കഴിക്കേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് ജാസ്മിൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞത്. അല്ലാതെ നേരത്തെ ഞാൻ കറക്റ്റ് ഉറപ്പിച്ച് പറയാനില്ല കേട്ടോ ആ കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് സിബിൻ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഫുഡ് കഴിക്കും. സിബിൻ പറഞ്ഞു അങ്ങനെയല്ല. അപ്പോൾ അപ്സര കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞിരുന്നു, പവർ ടീമിൽ കിച്ചൺ ടീമിൽ എല്ലായിടത്തും എനിക്ക് ഫുഡ് വേണമെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ അപ്സര സംഭവം എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു, എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ വീണ്ടും നിർബന്ധിച്ചു, ഇവർ ആരെങ്കിലും എടുത്ത് കൊടുക്കുമെന്ന് കരുതി എന്ന് പറയാൻ. അടുത്ത ലാലേട്ടൻ ഫുഡ് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ആർക്കെങ്കിലും എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചുകൂടെ? ഹൈജീൻ ഇവിടെ ചെരുപ്പിടാറില്ലേ ആ കേസിലോട്ട്. അപ്പോൾ ജാസ്മിൻ പറയാണ് ലാലേട്ടൻ എൻ്റെ ചെരുപ്പ് പൊട്ടിപ്പോയി, അപ്പോൾ എനിക്ക് കംഫർട്ടായിട്ട് തോന്നിയില്ല. അപ്പോൾ നമ്മുടെ കംഫർട്ടായിട്ട് നിൽക്കാൻ പറ്റുന്ന സ്ഥലമാണോ ഇത്? അല്ലല്ലോ. ജാസ്മിൻ പറയണത് ലാലേട്ടൻ എന്നെ മാത്രം എയിം ചെയ്താണ്. ഞാനെതിരെ ജാസ്മിൻ നിങ്ങളെ മാത്രം എയിം ചെയ്യുന്നത്? അപ്പം ഇവിടെ ചെരുപ്പ് ഞാൻ മാത്രമല്ല ലാലേട്ടൻ ഇടാറുള്ളത്, ഇടാതിരിക്കുന്നത്. അപ്പം നോറയും ഗബ്രി നമ്മൾ ഇടാറില്ല. അപ്പോൾ ഗബ്രി പറയണം ഞാൻ വീടിനകത്ത് ചെരുപ്പ് യൂസ് ചെയ്യാറില്ല, ബാത്റൂമിനോട് പോകുമ്പോൾ യൂസ് ചെയ്യും. അപ്പം നോറ പറയാണ് അത് ലാലേട്ടൻ എനിക്ക് എൻ്റെ കാല് ഭയങ്കര വേദനയാണ്, പക്ഷേ ഞാൻ കാലൊക്കെ സൂപ്പറായിട്ട് കഴുകിയിട്ടാണ് വീട്ടിൽ കയറുന്നത്. അപ്പം ജിൻ്റെ പറയണം ലാലേട്ടൻ ഈ പരിപാടി ഇവിടെ നടക്കൂല, ചെരുപ്പിടാതെ ഇവിടെ ചെരുപ്പിട്ട് നിൽക്കാവുന്നവർ മാത്രം അവിടെ നിന്നാൽ മതി. അപ്പോൾ ജാസ്മിൻ പറയണം ലാലേട്ടൻ എന്നെ വൃത്തികെട്ടവളെന്ന് ഇവിടെ പലരും വിളിക്കുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു പവർ റൂമിന് എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ മാറ്റം വരുത്താം, നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല? ചെരുപ്പ് ഗിഫ്റ്റായിട്ട് ജാസ്മിന് കൊടുക്കുന്നു. ഞാൻ ഇന്ന് രാവിലെ നിങ്ങളെ പറഞ്ഞില്ല ഒരു ചെരുപ്പ് ജാസ്മിന് ഗിഫ്റ്റായിട്ട് കൊടുത്താലും ഞാൻ അറിഞ്ഞു എന്ന്. ജാസ്മിന് ചെരുപ്പ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നു. പിന്നെ ജാസ്മിൻ ഞാൻ സ്ട്രോങ് ആയിട്ടൊരു കാര്യം പറയണം, മൈക്ക് ധരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ജാസ്മിൻ പറഞ്ഞു അത് ലാലേട്ടൻ ഞാൻ ഈ ആഴ്ച ധരിച്ചിരുന്നല്ലോ ഒരു തവണ മാത്രം. അപ്പോൾ ജിൻഡോ പറയാണ് ലാലേട്ട പറഞ്ഞ് മടുത്തു, എനിക്കിനി വയ്യ ജാസ്മിൻ്റെ അടുത്ത് പറയാൻ. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞോട് ശിക്ഷ കൊടുക്കാം. അപ്പം ജാസ്മിൻ പറയണം വേണ്ട ലാലേട്ട ലെക്ചറി കട്ട് ചെയ്യണ്ട, വേറെ എന്തെങ്കിലും ശിക്ഷ. അങ്ങനെയാണെങ്കിൽ ജാസ്മിനെ പിടിച്ച് ഡയറക്റ്റ് നോമിനേറ്റഡ് ഇട്ടെ. ആ നോമിനേഷനിലിട്ടു. അങ്ങനെ ജാസ്മിനെ പിടിച്ച് ഡയറക്റ്റ് നോമിനേറ്റഡ് ഇടുന്നു. ജാസ്മിൻ പറയാണ് ബോട്ടിലും കൊണ്ട് ജിൻഡോ ബാത്റൂമിൽ പോകുന്നു. ആണോ ജിൻഡോ? അത് ലാലേട്ട എനിക്ക് പേടിയാണ്, എൻ്റെ ബോട്ടിൽ എൻ്റെ ഇത് മൈക്ക് എല്ലാം കൊണ്ടാണ് ഞാൻ പോകുന്നത്, കാരണം എൻ്റെ സാധനം എനിക്ക് ഇഷ്ടമെടുത്ത് കൊണ്ടുപോകും, ഇവരൊക്കെ അടിച്ചുകൊണ്ട് പോകും ലാലേട്ട. അപ്പോൾ എല്ലാവരും ചിരിക്കുന്നു. അപ്പം നോറ ലാലേട്ട ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾ തരുന്ന മറുപടികൾ എനിക്ക് ലാലേട്ടനോട് പറയാൻ മറ്റേ കേസാണ് പറയുന്നത്, എനിക്ക് ലാലേട്ടനോട് പറയാൻ പോലും വയ്യ ലാലേട്ട. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു എന്തെങ്കിലും മരുന്ന് അതിന് കൊടുത്താലോ എന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോ പറഞ്ഞു എനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട് ലാലേട്ട, അതാണ് എനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നം. ലാലേട്ടൻ ചിരി. എന്നിട്ട് സ്റ്റോർ റൂമിൽ ഗ്യാസിൻ്റെ മരുന്നും കൊടുത്തു വിടുന്നു. ഇനി അങ്ങനെ ആയിക്കഴിഞ്ഞാൽ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടി എയർ ഫ്രഷ്നറും കൊടുത്തു വിടുന്നു ജിൻഡോയ്ക്ക്. അതിനുശേഷം ശ്രീരേഖ അവയവദാനത്തിന് എനിക്ക് താല്പര്യമുണ്ട്, എല്ലാവർക്കും താല്പര്യം, ഇവിടെ 2-3 പേർക്ക് താല്പര്യമുണ്ടെന്നും അതിൻ്റെ ഫോർമാലിറ്റീസ് ചെയ്യാം, അതിൻ്റെ ഫോമൊക്കെ കൊടുത്തുവിടാമെന്ന് പറയുന്നു. എവിക്ഷൻ എല്ലാവരെയും വെക്കുന്നു, പോകാൻ താല്പര്യമുണ്ടോ ഇല്ല എന്നൊക്കെ എല്ലാവരും പറയുന്നു. അപ്പോൾ മനുഷ്യത്വത്തിൻ്റെ പേരിൽ എല്ലാവരും ഞാൻ സേവ് ചെയ്യാമെന്ന് പറയുന്നു. എന്നിട്ട് ലാലേട്ടൻ പോകുന്നു. അതിനുശേഷം ഗബ്രി ജാസ്മിനെ പറയുന്നത് എല്ലാ കാര്യങ്ങളും ഈ വീക്കെൻഡിൽ നടന്ന എല്ലാ കാര്യങ്ങളും ലാലേട്ടൻ സംസാരിച്ചു, സൂപ്പറായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് വീക്കെൻഡ്. നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? എനിക്കിതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രൊമോ ഇസ് നോട്ട് എ പ്രോമിസ് എന്ന് പറഞ്ഞാൽ പ്രൊമോക്കകത്ത് കണ്ട എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ടെങ്കിൽ അതൊക്കെ സിറ്റുവേഷൻസ് പേരാണ്. അപ്പം ഭയങ്കര വലുതായിട്ട് ഫയർ ചെയ്തു എന്നുള്ളവർ എനിക്കൊരു അഭിപ്രായമൊന്നുമില്ല, പക്ഷേ ചെറുതായിട്ടൊരു ഷോ ഓഫ് നടത്തി തട്ടിപ്പോയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. 4 പേര് ഇപ്പോൾ തന്നെ ഡയറക്റ്റ് നോമിനേറ്റഡ് ആയിരിക്കാൻ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. നാളെ പൂജയുടെ കേസ് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല, സിബിൻ്റെ കേസും അറിഞ്ഞിട്ടില്ല. അറിയുവാണെങ്കിൽ ഞാൻ നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? ഇന്നത്തെ എപ്പിസോഡ് കൊള്ളായിരുന്നോ? വീക്കെൻഡ് ഏറ്റവും ആർക്കെങ്കിലും ഹിൻഡ് കിട്ടിയോ? മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യണം. ബിഗ് ബോസ് എന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എൻ്റെ FB പേജും ഇൻസ്റ്റാഗ്രാം പേജും എല്ലാവരും ഫോളോവേഴ്സ് സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.